ഹേ ഗൈസ് അസ്സലാമു അലൈക്കും. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫിൽ 4ാമത്തെ ദിവസം ഉണ്ടെന്ന്. ഇന്ന് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. എന്നെ കുറച്ച് നേരത്തെ നീറ്റ് കുളിച്ച് കുട്ടപ്പനായി ഞാൻ നേരെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു മനുഷ്യനെ ഞാൻ കണ്ടത്. ഈ തംസപ്പും കാണിച്ചുകൊണ്ട് ഈ ചങ്ങായിന്റെ പേരാണ് ആകാശ്. ഇവനൊരു 2 മാസം നമ്മുടെ റൂമിലുണ്ടായിരുന്ന ആളെയാണ്. അങ്ങനെ അവൻ നേരെ അവന്റെ ഷോപ്പിലും പോയി, ഞാൻ നമ്മുടെ ഷോപ്പിൽ ഉള്ളിൽ കയറി കർട്ടനൊക്കെ പൊക്കുമ്പോഴാണ് നമ്മളെ ബാക്കിയുള്ള സ്റ്റാഫുകൾ രണ്ടാളും ബംഗ്ലാദേശരാ. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷ എനിക്കും അറിയില്ല, എന്റെ ഭാഷ ഓർക്കും അറിയില്ല. സിമ്പിൾ. അതുകൊണ്ട് തന്നെ അവരുടെ വർത്താനം പറയാൻ നിൽക്കാതെ ഞാൻ നേരെ മോളിൽ പോയി ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കി കൊടുത്തിരുന്ന ചായ കുടിച്ച് പുറത്ത് നോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള ചങ്ങായി അതിൽ കൂടെ കടന്നു പോകണ കണ്ടത്. പിന്നെ ഞാൻ നേരെ ഓൻ്റെ അടുത്ത് കിട്ടും. ഓൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് കുശലം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലുള്ള ചങ്ങാനെ ഇവിടുന്ന് കണ്ടു കഴിഞ്ഞിട്ട് സംസാരിച്ചില്ലെങ്കിൽ അത് വലിയൊരു മോശം. അങ്ങനെ ഓനായിട്ട് വർത്താനം പറഞ്ഞപ്പോഴാണ് നമുക്ക് പോളെ വണ്ടി എത്തിയത്. ഞങ്ങളോട് പറഞ്ഞില്ലേ കുറച്ച് പരിപാടികൾ ഉണ്ട്, നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3-3.5 മാസം UAE എത്തിയിട്ട് ഇതാണ് നമ്മൾ ഐഡി കയ്യുമെത്തില്ല. ഐഡി എത്തണമെങ്കിൽ ഫിംഗർ പ്രിന്റ് വേണം. അത്ര അതുകൊണ്ട് അത് റെഡിയാക്കാൻ വേണ്ടി അതിന്റേതായ സ്ഥാപനത്തിലേക്ക് പോവാണ് ഞങ്ങൾ. അങ്ങനെ കുറച്ച് നേരത്തെ ഓട്ടത്തിന് ശേഷം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇവിടുന്ന് വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല, വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തന്നെ 5000 ദിർഹംസ് കൊടുക്കേണ്ടി വരും, അത് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്തു. പിന്നെ ഫോൺ എടുത്ത് ഞാൻ നേരെ പോകരിക്കണ്ട. അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാറി കയറി തിരിച്ച് വരാൻ നിൽക്കുമ്പോഴാണ് വണ്ടിക്ക് ചെറിയ മിസ്സിങ്. വണ്ടി അവിടെ ഇവിടെയൊക്കെ നിൽക്കുക. ഈ പൊരിഞ്ഞ വെയിലത്ത് പുറത്ത് നിങ്ങൾ കഴിഞ്ഞ കഥ. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ കണ്ട ഒരു വർക്ക്ഷോപ്പിൽ ഞങ്ങൾ വണ്ടി നേരെ മൂപ്പര് വണ്ടിന്റെ ബോണറ്റ് തുറന്നോക്കിയപ്പോഴാണ് വണ്ടിന്റെ ഓയിൽ മൊത്തം കരിഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ലിറ്റർ ഓയിൽ വെച്ച് ഒരു പെട്രോൾ പമ്പിൽ കയറ്റി കുറച്ച് എണ്ണ അടിച്ച് ഞങ്ങൾ നേരെ വിട്ട് ഷോപ്പിൽ ഷോപ്പിലെത്തിയപ്പോഴാണ് ഒരു കാര്യം ഞാൻ അറിഞ്ഞത്. സമയം ഒരു 1:30 ആയിക്കണേ. വെറുതെ അല്ല വയറ്റിനോട് ശബ്ദം കേൾക്കുന്നത്. അപ്പൊ തന്നെ നേരെ വിട്ട് ഹോട്ടലിലേക്ക് ഫുഡും കഴിച്ച് നേരെ വിട്ട് പള്ളിക്കും. അങ്ങനെ പള്ളിയുടെ നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് റൂമിൽ കിടക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത്, ഇന്നത്തെ ഹാഫ് ഡേ ആണ്ട് കഴിഞ്ഞില്ലേ, എന്താ ഇന്ന് കുറച്ച് അധികം വെയിൽ കൊണ്ടുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റൂമിലെത്തി AC ഓണാക്കി 2 ഹെഡ്സെറ്റും ചെവി കുത്തി ഒരു പാട്ടും കേട്ട് യാക്കിരും ഞാൻ നേരിട്ട് കിടന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.